നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. വെറും 1000 രൂപ കൊണ്ട് ഒരു സ്ഥിര പെൻഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ഫാമിലി ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ നമ്മൾ ചെലവാക്കുന്ന 1000 രൂപ കൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ള ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാധ്യമാക്കാവുന്ന ഒന്നാണിത്. ഇതിനെ നമുക്ക് SIP SWP ബ്രിഡ്ജ് എന്ന് വിളിക്കാം. എന്താണ് ഈ മാജിക്? 2 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്. അക്യുമുലേഷൻ ഫേസ് ആണ് ആദ്യത്തേത്. ഒരു റബ്ബർ തൈ നട്ട് വളർത്തുന്നത് പോലെയാണിത്. മാസാമാസം 1000 രൂപ വീതം മ്യൂച്വൽ ഫണ്ടിൽ SIP വഴി നിക്ഷേപിക്കുന്നു. കാലം കൂടുന്തോറും കോമ്പൗണ്ടിംഗ് എന്ന അത്ഭുതം വഴി ഈ തുക വലിയൊരു നിധിയായി മാറുന്നു. അടുത്തത് വിഡ്രോവൽ ഫേസ് ആണ്. മരം വളർന്നു വലുതായ നമ്മൾ അത് വെട്ടിക്കളയുന്നില്ല, പകരം അതിൽ നിന്ന് ആദായമെടുക്കും. അതുപോലെ വലിയൊരു തുക സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മാസാമാസം ഒരു നിശ്ചിത തുക പിൻവലിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നിങ്ങൾ മാസം തോറും 1000 രൂപ വീതം നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ 15 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഏകദേശം 5 ലക്ഷം രൂപ ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത 10 വർഷം കൂടി, അതായത് മൊത്തം 25 വർഷം നിങ്ങൾ ഈ നിക്ഷേപം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം വെറും 10 ലക്ഷത്തിലേക്കല്ല മാറുന്നത്, മറിച്ച് ഏകദേശം 18.9 ലക്ഷം രൂപയായി കുതിച്ചുയരുന്നു. ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് അവസാനത്തെ 10 വർഷങ്ങളിലാണ്. നിങ്ങൾ 35 വർഷം തികയ്ക്കുമ്പോൾ നിങ്ങളുടെ ആകെ നിക്ഷേപം വെറും 4.2 ലക്ഷം രൂപ മാത്രമാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള തുക ഏകദേശം 64.9 ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും. അതായത് നിക്ഷേപത്തിന്റെ ആദ്യ പകുതിയിൽ പണം സാവധാനം വളരുമ്പോൾ അവസാന പകുതിയിൽ പലിശയ്ക്ക് മേൽ പലിശ കയറി അത് അവിശ്വസനീയമായ വേഗത്തിൽ വളരുന്നു. ചുരുക്കത്തിൽ എത്ര നേരത്തെ നിങ്ങൾ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും വലിയൊരു തുകയാവും നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചെറിയ തുക കൊണ്ട് എന്ത് മാറ്റം വരാനാണ് എന്നതാണ് പല മലയാളികളുടെയും ചോദ്യം. പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കയ്യിലുള്ള സമ്പാദ്യം തീർന്നു പോകുമോ എന്ന പേടി വേണ്ട. പ്രവാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ തുക മാറ്റിവെച്ചാൽ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് മാസാമാസം ഒരു സെൽഫ് മെയ്ഡ് ശമ്പളം ഉറപ്പാക്കാം. യുവാക്കളെ സംബന്ധിച്ചാണെങ്കിൽ ജോലി കിട്ടുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ ഇത് തുടങ്ങുക. 60 വയസ്സിൽ മക്കളെ ആശ്രയിക്കാതെ അന്തസ്സായി ജീവിക്കാൻ ഈ 1000 രൂപ നിങ്ങളെ സഹായിക്കും. എങ്ങനെ തുടങ്ങാം? ഇന്ന് തന്നെ തുടങ്ങുക. വലിയ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്. വെറും 1000 രൂപ കൊണ്ട് ഒരു ഇക്വിറ്റി മ്യൂച്വൽ SIP ആരംഭിക്കുക. ഓട്ടോമേറ്റ് ചെയ്യുക. കറണ്ട് ബില്ലും വെള്ളക്കരവും പോലെ ഇതൊരു നിർബന്ധിത ചിലവായി കാണുക. ലക്ഷ്യത്തിലെത്തുമ്പോൾ മാറ്റുക. റിട്ടയർമെന്റ് പ്രായമാകുമ്പോൾ ഈ തുക ഒരു ലോ റിസ്ക് ഫണ്ടിലേക്ക് മാറ്റി SWP ആക്ടിവേറ്റ് ചെയ്യുക. ഇതിനു പുറമെ ഓരോ വർഷവും സ്റ്റെപ്പ് അപ്പ് SIP ചെയ്യുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ളൊരു ടർബോ ചാർജർ പോലെയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വരുമാനം ഓരോ വർഷവും കൂടാറുണ്ട്, ഇൻക്രിമെന്റ് ആയോ ബോണസ് ആയിട്ടൊക്കെ. ആ അനുപാതത്തിൽ നമ്മുടെ നിക്ഷേപവും അല്പം വർദ്ധിപ്പിച്ചാൽ കോടീശ്വരനാകാൻ വേണ്ട സമയം പകുതിയായി കുറയ്ക്കാം. ഇതിനെയാണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ആദ്യ വർഷം നിങ്ങൾ മാസം 1000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. 2ാം വർഷം വെറും 100 രൂപ കൂട്ടി മാസം 1100 രൂപ നിക്ഷേപിക്കുന്നു. 3ാമത്തെ വർഷം 1210 രൂപ നിക്ഷേപിക്കുന്നു. ഓരോ വർഷവും വെറും 10% മാത്രം നിക്ഷേപം വർദ്ധിപ്പിച്ചപ്പോൾ 30 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുക 35 ലക്ഷത്തിൽ നിന്ന് 1.05 കോടിയിലേക്കാണ് കുതിച്ചു ചാടുന്നത്. അതായത് ഏകദേശം 3 മടങ്ങ് അധിക ലാഭം. എന്തുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് SIP മികച്ചതാണ്? പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാമെന്നതാണ് പ്രധാന ഗുണം. ഇന്ന് 1000 രൂപയ്ക്കുള്ള മൂല്യം 20 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണ്. സമ്പാദ്യം ഭാരമായി തോന്നില്ല എന്നതും ഒരു പ്രയോജനമാണ്. പെട്ടെന്നൊരു ദിവസം 10,000 നിക്ഷേപിക്കാൻ പറഞ്ഞാൽ പ്രയാസമായിരിക്കും. എന്നാൽ ഓരോ വർഷവും ചെറിയ തുക വീതം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ അറിയുക പോലുമില്ല. കൂടാതെ ലക്ഷ്യത്തിലേക്ക് വേഗം എത്താനും സാധിക്കും. സാധാരണ SIP വഴി 30 വർഷം കൊണ്ട് കിട്ടുന്ന തുക സ്റ്റെപ്പ് അപ്പ് വഴി ഏകദേശം 22 മുതൽ 23 വർഷം കൊണ്ട് തന്നെ നേടിയെടുക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പിൽ, അത് ഗ്രോ ആയിരിക്കാം, ജെറോദ ആയിരിക്കാം, പുതിയ SIP തുടങ്ങുമ്പോൾ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ ടോപ്പ് അപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ 10% എന്നോ അല്ലെങ്കിൽ 500 രൂപ എന്നിങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫ്രീഡം പ്ലാൻ ചെയ്യാം. ഒരു ശരാശരി 25 വയസ്സുകാരൻ പ്രതിമാസം 2000 രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാം. ഈ പ്ലാനിൽ നമ്മൾ ഓരോ വർഷവും നിക്ഷേപം 10% വർദ്ധിപ്പിക്കുന്നു എന്നുകൂടി കരുതുക. 30 വർഷത്തിന് നിങ്ങൾ ആകെ നിക്ഷേപിച്ച തുക 39.5 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ സമ്പാദ്യം അഥവാ ടോട്ടൽ കോർപ്പസ് എന്ന് പറയുന്നത് ഏകദേശം 2.1 കോടി രൂപയായി വളരുന്നുണ്ട്. ഇനി ഈ 2.1 കോടി രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാം? ഇവിടെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ്ങിന്റെ മാജിക്.
നിങ്ങൾക്ക് 55 വയസ്സ് തികയുമ്പോൾ ഈ തുക സുരക്ഷിതമായ ഒരു ഫണ്ടിലേക്ക് മാറ്റാം. അവിടെ നിന്ന് മാസം തോറും ഒരു നിശ്ചിത തുക പിൻവലിക്കാം. പ്രതിമാസ പെൻഷനായി മാസം 1,25,000 വീതം നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. നിങ്ങൾ ഇത്രയും വലിയ തുക മാസം തോറും എടുത്താലും ബാക്കിയുള്ള തുക 8 മുതൽ 9% വളരുന്നത് കൊണ്ട് നിങ്ങളുടെ 2.1 കോടി എന്ന വലിയ നിക്ഷേപം കുറഞ്ഞു പോകുന്നില്ല. ഈ തുക നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക ഭദ്രത നൽകും. ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടി നോക്കാം. ഏതെങ്കിലും നല്ലൊരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് അപ്പ് ഓപ്ഷൻ ഓൺ ചെയ്യുക. എല്ലാ വർഷവും 10% തുക വർദ്ധിപ്പിക്കാൻ മറക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കുക. മാർക്കറ്റിലെ ചെറിയ മാറ്റങ്ങൾ കണ്ട് നിക്ഷേപം നിർത്തരുത്. സമയം നിങ്ങളെ കോടീശ്വരനാക്കും. നിങ്ങളുടെ ഫ്രീഡം ഫണ്ടിനായി തിരഞ്ഞെടുക്കാവുന്ന പ്രധാനപ്പെട്ട കാറ്റഗറികൾ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇൻഡെക്സ് ഫണ്ടുകൾ തന്നെയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നു. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റിസ്ക് കുറവാണ്. മാത്രമല്ല മാനേജ്മെന്റ് ചാർജ് അഥവാ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. പരീക്ഷണങ്ങൾക്ക് മുതിരാത്ത മാന്യമായ ലാഭം, അതായത് ഏകദേശം 12 മുതൽ 13% ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫണ്ട് അനുയോജ്യമാണ്. രണ്ടാമത്തേത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണ്. സന്തുലിതമായ വഴിയാണിത്. ഫണ്ട് മാനേജർക്ക് വലിയ കമ്പനികളിലും ഇടത്തരം കമ്പനികളിലും ഒരുപോലെ നിക്ഷേപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ ഈ ഫണ്ടുകൾക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഗുണം. കുറച്ചുകൂടി മെച്ചപ്പെട്ട ലാഭം ആഗ്രഹിക്കുന്ന ദീർഘകാല നിക്ഷേപകർക്ക് ഇത് അനുയോജ്യമാണ്. മൂന്നാമത്തേത് വേഗത്തിലുള്ള വളർച്ചയ്ക്ക് മിഡ് ക്യാപ് ഫണ്ടുകളാണ് ഏറ്റവും അനുയോജ്യം. വളർന്നു വരുന്ന കമ്പനികളാണ് ഇവിടെ നിക്ഷേപം നടക്കുന്നത്. ഇതിന്റെ ഗുണം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് ഫണ്ടുകളെക്കാൾ കൂടുതൽ ലാഭം നൽകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി റിസ്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വലിയ കമ്പനികളെക്കാൾ കൂടുതൽ ഈ ഫണ്ടുകൾ ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു നല്ല പോർട്ട്ഫോളിയോ എങ്ങനെ തയ്യാറാക്കാം? നിങ്ങൾ നിക്ഷേപിക്കുന്ന 2000 രൂപയിൽ 1000 രൂപ, അതായത് 50% നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇത് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇനി ബാക്കിയുള്ള 1000 രൂപ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും നിക്ഷേപിക്കാവുന്നതാണ്. ഇത് കൂടുതൽ ലാഭം നൽകാൻ വേണ്ടി സഹായിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഡയറക്റ്റ് പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കുക. റെഗുലർ പ്ലാനിൽ ഏജന്റ് കമ്മീഷൻ പോകുന്നതിനാൽ നിങ്ങളുടെ ലാഭം കുറയാൻ സാധ്യതയുണ്ട്. ഡിവിഡൻഡ് എടുക്കാതെ ഗ്രോത്ത് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ കോമ്പൗണ്ടിങ്ങിന്റെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് ലഭിക്കൂ. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പരിഭ്രമിച്ച് SIP നിർത്തരുത്. ആ സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത്. ക്ഷമ തന്നെയാണ് നിക്ഷേപകന് വേണ്ട ഏറ്റവും പ്രധാന കാര്യം. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.